ഹെലിക്സ് എന്ന് പറയും. ഹെലിക്സ് എന്ന് പറഞ്ഞത് നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഓരോരോ സ്ഥലങ്ങളിലും ഓരോ ലോഹങ്ങളുണ്ട്. അതായത് എന്താ പറയാ, അതിന്റെ ഒരു രീതി, അതിന്റെ ഒരു സയൻസ് ഉണ്ട്. അതാണ് നമ്മളെ പ്രിയപ്പെട്ട കന്നിമൂലയിൽ ഉപയോഗിക്കുന്ന സാധനം. ഇനിയിപ്പോ ഇതൊന്ന് മേടിച്ചു വെച്ചാൽ പോരെ സാറെ, കന്നിമൂലയിൽ അഗ്നിതത്വത്തിന്റെയാണ് അത്, കോപ്പർ. അപ്പൊ അതിന് ഓരോന്നിനും ഓരോരോ. ജലതത്വത്തിനാകുമ്പോ വൈറ്റ് മെറ്റൽസ് എന്നൊക്കെ പറയും. ഇതൊന്ന് പിടിച്ചു നോക്കും. അതായത് അതാണ് നോർത്ത് ഈസ്റ്റിലേക്ക് വരിക. ഇനി ഇതൊന്ന് പിടിച്ചു നോക്കും, അതാണ് സൗത്ത് വെസ്റ്റിലേക്ക് വരിക. അവിടെ കൂടിയ ആള് വേണം. വസ്തു വാസ്തു തഥാസ്തു. സർ, ഈ മനോഹരമായ പല വീടുകളും പലപ്പോഴും ഒരു ആവശ്യമില്ലാതൊക്കെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആവശ്യമില്ലാത്ത പൊളിപ്പീരാണെന്ന് തോന്നുന്ന രീതിയിൽ പൊളിക്കുമ്പോൾ നമ്മളൊക്കെ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, വാസ്തുശാസ്ത്രക്കാരൻ വീട്ടിൽ വന്നോടെ ഏത് ചോദിക്കും. ഞാൻ കൊല്ലം സ്റ്റൈലിൽ സ്ലാങ്ങിൽ ചോദിച്ചാൽ എന്താ വീട്ടിൽ വാസ്തുശാസ്ത്രക്കാരൻ കയറി എന്ന് ചോദിക്കും. അപ്പോൾ ഈ പൊളിച്ചു മാറ്റുക, കൂട്ടിച്ചേർക്കുക, റൂമുകളൊക്കെ മാറ്റുക, ഇതൊക്കെയാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ വാസ്തുശാസ്ത്രക്കാരന്റെ വീട്ടിൽ കയറ്റിയുള്ള പ്രശ്നങ്ങൾ എന്നാണ് പൊതുവിലുള്ള വയ്പ്. കൊണ്ടൊക്കെ പറയാം. അപ്പോഴാണ് ഞാൻ കണ്ടത് പൊളിച്ചു മാറ്റണ്ടാത്ത വാസ്തുശാസ്ത്രം. ഇപ്പം പലപ്പോഴും ഈ ചൈനീസ് വാസ്തുശാസ്ത്രക്കാർ, ഫംഗ്ഷക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങളുടെ ചെമ്പ്, കമ്പി അതുപോലെയുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഇത് തീർത്തു തരാം. നമ്മുടെ ഈ വാസ്തുശാസ്ത്രത്തിൽ പൊളിച്ചു മാറ്റാതെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ പറയും, ഞാൻ നമ്മുടെ കൊട്ടാരക്കരയിൽ നമ്മൾ ഓഫീസ് ബിൽഡിംഗ് എടുത്തു. അത് നിങ്ങൾ 8 മാസമായിട്ട് നമ്മൾ വാടക കൊടുത്തോണ്ടിരിക്കുക. ഫർണിഷിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മൾ തുടങ്ങിയില്ല. തുടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വന്നില്ല. അതിൻ്റെ പ്രശ്നം എന്നല്ല, അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടത്, അതിൻ്റെ കന്നിമൂലയിലാണ് ബാത്റൂം ഇരിക്കുന്നത്. ബാക്കിലോട്ട് സ്ഥലം കിടപ്പുണ്ട്. അപ്പം ഞാൻ ആ ബിൽഡിംഗ് ഓണറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെങ്ങനെയാണ് രൂപത്തെ കന്നിമൂലയാവുന്നത്, ബാക്കിലോട്ട് സ്ഥലം കിടക്കുകയല്ലേ, നമ്മൾ ഇതൊന്ന് മാറ്റി പണിഞ്ഞ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുറകോട്ട് സ്ഥലം കിടപ്പുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, രോഹിതൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രോഹിതൻ്റെ ഇഷ്ടത്തിൽ ചെയ്തു. അപ്പോൾ അതൊരു പുതിയ ബിൽഡിങ്ങാണ്, ബാത്റൂം നല്ല മനോഹരമായി ചെയ്തിട്ടിരിക്കുക. അതങ്ങോട്ട് പൊളിക്കാൻ എനിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് സാറ് വന്നപ്പോൾ ഞാൻ ഇവിടെ 8 മാസം കൊണ്ട് നമ്മളവിടെ വാടക കൊടുക്കുകയും ചെയ്യുന്നു, ഫർണിഷിംഗ് എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് 3-5 ലക്ഷം രൂപ കൊടുത്ത് ഇന്ത്യയിലും ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റാത്ത ഇനി ഇതിൻ്റെ സ്ഥാനം കൊണ്ടാണോ എന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ പൊളിച്ചു മാറ്റാതെ ഇതിലേക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? വെരി ഗുഡ്. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഭൂമിയിലില്ല. ഇത് സാധാരണ എല്ലാവരും പറയണേ തന്നെയാണ്, പക്ഷെ ഇതൊരു സത്യമാണ്. ഇപ്പൊ ഒരു വരയുണ്ട്, അതിനെ ചെറുതാക്കണം. എന്താ ചെയ്യാ? ഇപ്പുറം വലിയൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാവും. അതായത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് കുറെ പ്രിൻസിപ്പിൾസാണ്, അതായത് കുറെ ഡേറ്റാസാണ്. ഇങ്ങനെ വേണം, അത് ഒരു 18 ഋഷിമാര് കണ്ടെത്തിയിട്ടുള്ള കുറെ ഡേറ്റാസാണ്. അപ്പൊ അതിന് ബേസ് ആയിട്ടുള്ള കുറെ ഫോർമാറ്റ്സ് ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളും കൊണ്ടാണ്, ഭൂമി ജല ആകാശം വായു ഇങ്ങനെയുള്ള സാധനം കൊണ്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു എനർജി ഫ്ലോ ഉണ്ട്. യഥാർത്ഥത്തിൽ പൊളിക്കേണ്ടിയും മാറ്റേണ്ടിയും ഒക്കെ വരുന്നത് നമ്മളെ കേരളത്തിൽ കൂടുതലായിട്ട് ഈ ചുറ്റളവ് നോക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് അളവ് ശരിയില്ല എന്ന് പറഞ്ഞാൽ പൊളിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ്, പൊളിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോഴാണ് നമ്മൾ റെമഡിയൽ വാസ്തു എന്ന് പറയാം. റെമഡി മീൻസ് പരിഹാരം, പരിഹാര വാസ്തു. പരിഹാര വാസ്തുവിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 21ഓളം ടൈപ്പ് വാസ്തുശാസ്ത്ര സിസ്റ്റങ്ങൾ പഠിച്ചിട്ടുണ്ട്. പണ്ട് 18 തരുന്നായിരുന്നു പറയല്, കാരണം ഇപ്പൊ വീണ്ടും കാലഘട്ടം മാറുമ്പോൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. മറ്റേ മോഹൻലാൽ പറഞ്ഞ ആരും കാണാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അലിയാണ്. സംഗീതം എന്ന മഹാസാഗരത്തിന് ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയായി നിൽക്കുന്നു. വാസ്തുശാസ്ത്രം എന്ന മഹാസാഗരത്തിന്റെ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയായി കുഴിയാരി കളി. അല്ല, ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും വലിയ സബ്ജക്റ്റാണ്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പഠിച്ച് ഇത് മാത്രമാണ് അത് എന്ന് വിചാരിക്കണേയാണ് നമ്മളെ പ്രശ്നം. ഇപ്പൊ ഞാനിപ്പോ ഈ അടുത്ത് ഒരു ക്ഷേത്രവും അടുത്ത് തന്നെ ഒരു അമ്പലവും കൂടിയായിട്ടുള്ള ഒരു ക്ഷേത്രം നടത്തിപ്പുകാരനാണ് അദ്ദേഹം, തന്നെയാണ് അവിടുത്തെ പൂജാരി. അപ്പൊ ഇദ്ദേഹത്തിന് ബാങ്ക് ലോണും ഒക്കെ പ്രശ്നമായപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അമ്പലം നടത്തുന്ന ആളാണ്, എന്നിട്ട് അയാൾക്ക് ബാങ്ക് ലോണ്. ഈശ്വരൻ കൂടുതലുള്ള ആൾക്കെന്ന് ബാങ്ക് ലോണ്. അപ്പം പോയി നോക്കിയപ്പോൾ എന്താ കൃത്യമായിട്ട് അവിടെ വേണ്ട സ്ഥലത്ത് കട്ടൊക്കെ ഉണ്ട്, സംഭവമൊക്കെ റെഡിയാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിങ്ങനെ ചേർത്തെടുത്തിട്ട് ഇതാക്കിയാൽ മതിയെന്ന്. അതൊക്കെ കറക്റ്റായിട്ട് ഇതായിട്ട് വന്നു. അപ്പോഴാണ് പറയണത് അവിടെ ഉള്ളത് മൂത്താശ്ശേരി വന്നു. മൂത്താശ്ശേരി എന്ന് പറഞ്ഞാൽ മൂപ്പര്, അതായത് അമ്പലമൊക്കെ ആകുമ്പോൾ അവിടെ ഒരു മൂത്താശ്ശേരി ഉണ്ട്. അപ്പൊ മൂത്താശ്ശേരി വന്നു, ഇതാക്കി പറഞ്ഞു, സാറേ അതെങ്ങനെയാ മാറ്റാൻ പറ്റുക? അത് അവിടെ സ്ഥായിപ്പരയല്ലേ, ഇത് കൂട്ടിച്ചേർത്തത് വേറെയല്ലേ? അപ്പൊ പിന്നെ അത് കട്ടായിട്ട് ഇതായിട്ട് പരിഗണിക്കണുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് ബാങ്ക് ലോൺ ഉണ്ടോ ഇല്ലയോ? അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് റീസൺ ഈ ഒരു കട്ട് വരുന്നതാണ്.
അപ്പോൾ അതെങ്ങനെയാണ് ഇതാക്കുക? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടുത്തതിലുള്ള നോളേജിൻ്റെ തലങ്ങളാണ്. നമ്മളിവിടെ ഒരു ജനറലി ഒരു നോളേജ് പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിലുള്ള എല്ലാത്തൊക്കെ മരണച്ചിട്ടാണ് അല്ലെ പ്രശ്നമാണെന്നാ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പൊളിക്കേണ്ടി വരുന്നത്. പക്ഷേ ഞാൻ സാധാരണ എല്ലാത്തിനും പറയണതാണത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഗ്നി തത്വം അവിടെ ഇല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ അഗ്നി വരില്ലേ? വരും. അതേപോലെ നമ്മൾക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് രത്നദീപസ്ഥാപന, അതുമാതിരി തന്നെ ലോഹാധ്യായം, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ അടുത്ത് ഇവിടെ എന്താ പറയുക, ഒരു വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് വന്നിരുന്നു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ആരോമ വാസ്തു. അതായത് പറഞ്ഞാൽ നമ്മൾ ഓരോ പൂവിൻ്റെയൊക്കെ അബ്സ്ട്രാക്റ്റ് എടുത്തിട്ടുള്ള അതിൻ്റെ മണങ്ങൾ ഓരോ ചെറിയ ബോട്ടിലാക്കും. അത് എന്നിട്ട് വാസ്തു പരിഹാരത്തിനായിട്ട് ഉപയോഗിക്കാം. അതായത് പൊളിക്കൊന്നും വേണ്ട, ഡ്രിൽ ചെയ്തിട്ട് അത് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ അത് ആ സ്ഥലത്ത് അവിടെ പ്ലേസ് ചെയ്താൽ മതി. ഇതിപ്പോൾ അല്ല, അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ വന്നിട്ട് 10-21 തരത്തിലുള്ള പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഓരോരോ സാധനം എടുക്കുന്നത് ആ ഒരു പ്രശ്നം അതിനെങ്ങനെ പരിഹരിക്കാം. ഇപ്പോൾ ഇന്ന സംഭവം അവിടെ ഇല്ല, അപ്പോൾ എന്താണ്, അത് പൊളിച്ചൊന്നും മാറ്റണ്ട, പകരം ആ എനർജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. യഥാർത്ഥത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. പണ്ട് കാലത്ത് പർണശാലയിലായിരുന്നു നല്ലതില്ല. അപ്പോൾ ഫാനിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ AC വേണം, ഫാൻ വേണം, കാരണം നമ്മൾ മാറി. അപ്പോൾ ഇത് അതിൻ്റെ ചൂടെടുക്കുന്നതിൻ്റെ പരിഹാരമാണിത് AC ഇത്. അതുപോലെ തന്നെ വാസ്തുവിലും ചില പരിഹാരങ്ങളുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ഇത് പറയുക, ഒരു ലോഹാധ്യായം എന്ന് പറയും. ലോഹാധ്യായം എന്ന് പറയുന്നത് 1-2 സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതിന് ഹെലിക്സ് എന്ന് പറയും. ഹെലിക്സ് എന്ന് പറഞ്ഞത് നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള സാധനം ഒന്നും കേരളത്തിലേക്ക് വരാറില്ല കേട്ടോ. ഇതെന്താണ് കൊതുകുതിരിയൊക്കെ ആയിട്ട് വരുന്നത് വിചാരിക്കും അല്ലേ? കൊതുകുതിരി, വലിയൊരു കൊതുകുതിരി എനിക്കുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഓരോരോ സ്ഥലങ്ങളിലും ഓരോ ലോഹങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് പഠനം നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഇൻക്ലൂഡിങ് മന്ത്രങ്ങളടക്കം ഉള്ളത്. ഇനിയിപ്പോൾ എല്ലാത്തിനും മന്ത്രമൊന്നും വേണമെന്നില്ല കേട്ടോ. അല്ലാണ്ടുള്ളത് അതാത് ലോഹം, അതായത് എന്താ പറയുക, അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു സയൻസ് ഉണ്ട്. കോപ്പറാണോ? ഇത് ശുദ്ധ കോപ്പറാണ്. ശുദ്ധ കോപ്പറാണ്. അതുകൊണ്ടാണ് ഇത് കാണാൻ നമുക്ക് അത് ഇതായിട്ട് എടുത്താൽ, കട്ട് ചെയ്തെടുത്താൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഈ സാധനം കിട്ടും കേട്ടോ. പക്ഷെ എനിക്ക് തന്നെ ഒരിക്കലും ഒരു വലിയൊരു അബദ്ധം പറ്റിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് അതാ ഉണ്ടാക്കുന്നത്. അതെന്താ വെച്ചാൽ ശുദ്ധ കോപ്പർ ആണെങ്കിലുള്ള അങ്ങനെ കട്ട് ചെയ്താൽ അങ്ങനെ കറക്റ്റ് കിട്ടുള്ളൂ. ഇത് എനിക്ക് വേണ്ടി വന്നു. അപ്പൊ ഞാൻ ബോംബെയിലുള്ള ഒരാളെടുത്ത് എടുത്തിച്ചു. എനിക്കെന്തോ ഒരു ഇത് തോന്നി. വീട്ടിൽ കൊണ്ടുവന്ന് അതൊന്ന് മെല്ലനെ വളച്ചു നോക്കി. അപ്പൊ ഒരു ഇരുമ്പിന്റെ മേലുണ്ട്, ചെമ്പ് പൊന്നിരിക്കുന്നു. അല്ല, ഞാനത് വിദേശത്തേക്കൊക്കെ ചിലപ്പം ഓരോരോ ആളുകൾക്ക്, അതും കുറെ ഷെയ്ഖുമാരുടെ ഇതിനൊക്കെയാണ് ചിലപ്പോൾ അത് വാക്കുക. അപ്പൊ നമ്മളെ പേരേതായി പോയി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തന്നെ ഇതിന്റെ ഓരോരോ നടപടികൾ സ്വീകരിക്കും. അയ്യോ, ഞാൻ അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, എന്റെ സബ്ജക്റ്റ് മാറി. അല്ല, അത്ര എക്സ്പെൻസീവ് അല്ല, നമ്മൾ വിചാരിക്കുന്ന അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. നമുക്ക് ഇതിപ്പോ ഇത് തന്നെയല്ല കേട്ടോ, ഇത് വൺ ഓഫ് ദ ഇതാണ്. ഇനിയിപ്പോ എല്ലാവരും ഇത് നമ്മളെ ലെഡ് എന്ന് പറയുന്ന സാധനമാണ്. അതിന് വെയിറ്റ് കൂടുക. അതാണ് നമ്മളെ പ്രിയപ്പെട്ട കന്നിമൂലയിൽ ഉപയോഗിക്കുന്ന സാധനം. ഇനിയിപ്പോ ഇതൊന്നും മേടിച്ചു വെച്ചാൽ പോരെ സാറെ കന്നിമൂലയിൽ. ഇത് അതുമാതിരി തന്നെ ഇത് അഗ്നിതത്വത്തിന്റെയാണ് അത്, കോപ്പർ. അപ്പൊ അതിന് ഓരോന്നിനും ഓരോരോ രീതികളുണ്ട്. അത് ഇന്ന രീതിയിൽ പ്ലേസ് ചെയ്യണം. വെറുതെ വെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നതാണ്. ഇതെന്താണ് ഈ ലെറ്റർ? അത് ഗം എന്നുള്ളതാണ്. ഗണം ഗണപതി, നമ്മള് കന്നിമൂല ഗണപതി എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പൊ അതായിട്ട് അത് ഹിന്ദുവിന്റെ സാധനം ഒന്നും വേണ്ട, അതില്ലാത്തതുകൊണ്ട് അല്ല പറയാണ്. അത് നമ്മളെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് തോന്നണ്ട നമുക്ക്. ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റ് അവിടെ എന്ന് പറഞ്ഞാൽ ജലതത്വത്തിന്റെ, അപ്പൊ ജലതത്വത്തിനാകുമ്പോൾ വൈറ്റ് മെറ്റൽസ് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ഓരോരോ അതിന്റെ പ്രോപ്പർ സാധനങ്ങൾ. ഇത് അലുമിനിയം ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നതാണ്. അത് വൈറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ ഈ ഷോക്കേസിലൊക്കെ കാണാം, വെള്ള കളറിൽ ഇതിന് വേണ്ടില്ല, അതിന്റെയാണ് അത്. അതാണ് വെയിറ്റ്ലെസ് ആണ്. അത് വെയിറ്റ്ലെസ് ആണ്. അതാണ് ഇതിന്റെ രസം. ഇതൊന്നും പിടിച്ചു നോക്കും. അതായത് അതാണ് നോർത്ത് ഈസ്റ്റിലേക്ക് വരിക. ഇനി ഇതൊന്ന് പിടിച്ചു നോക്കും, അതാണ് സൗത്ത് വെസ്റ്റിലേക്ക് വരിക. അവിടെ കൂടിയ ആള് വേണം. അതാണ് ഓരോന്ന്. അത് ലെഡാണ്. അത് ലെഡാണ് ഏറ്റവും ഭാരം കൂടിയ മെറ്റല്. അത് ഓരോന്നും ഇതൊരു വലിയൊരു സ്റ്റഡി തന്നെയാണത്. പക്ഷെ നമ്മൾ ഈ ചുറ്റളവിൽ കിടക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെയുള്ള വിഷയത്തിലേക്കൊന്നും നമ്മളിവിടെ ഇതാക്കുന്നില്ല. അല്ല, ഇതെന്താ വെച്ചാൽ വാസ്തു എന്ന് പറയുന്ന ശാസ്ത്രം വളരെയധികം വികസിച്ചു കഴിഞ്ഞു. നമ്മൾ ഇപ്പൊ AI കൂടി വന്നതോടുകൂടി
പ്രസന്റേഷനും ഈവൻ നമ്മൾ ഈ അടുത്തൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി ഇങ്ങനെ എന്നെ വിളിച്ചു, ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉള്ളതാണ്. അപ്പം പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത്? ChatGPT എന്നാണ്. ഒരു ലോട്ടറി അടിച്ചായി. അപ്പൊ ChatGPTയിൽ നിശാന്തോപ്പിൽ വന്നാണ്. ChatGPT നമ്പർ കിട്ടുമോ? അതെ, ChatGPTയിൽ അത് ഇത് എന്താണ്, തൃശ്ശൂരിലുള്ള ബെസ്റ്റ് വാസ്തു കൺസൾട്ടന്റ് ആരാണെന്ന് നോക്കിയടിച്ചു പോയി. ഓക്കെ, അപ്പോഴേക്ക് വാസ്തുവാരി വന്ന് നിശാന്തോപ്പിൽ വന്നു. വാവ്, ഗ്രേറ്റ്. ഞാൻ ചോദിക്കട്ടെ, ജെമിനി, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല വാസ്തുശാസ്ത്ര വിദഗ്ധൻ ആരാണ്? ഡോക്ടർ നിശാന്ത് തോപ്പിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സയന്റിഫിക് വാസ്തു കൺസൾട്ടന്റും സയന്റിഫിക് വാസ്തു കൺസൾട്ടന്റ് അധ്യാപകനുമാണ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാസ്തു ഭാരതി വേദിക് റിസർച്ച് അക്കാദമി, വാസ്തു ഭാരതി വേദിക് റിസർച്ച് അക്കാദമിയുടെ സ്ഥാപകനായ അദ്ദേഹം പരമ്പരാഗത വാസ്തുവിദ്യയെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തിയാണ്. തച്ചുശാസ്ത്രത്തിലും ഫെങ്ഷൂയിലും വൈദഗ്ധ്യമുള്ള അദ്ദേഹം ഈ മേഖലകളിൽ ക്ലാസുകളും കൺസൾട്ടേഷനുകളും നടത്തിവരുന്നു. റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ട്രഡീഷണൽ വാസ്തു സിസ്റ്റത്തിൽ ഇങ്ങനെ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ അപ്പുറത്ത് പിന്നെ വഴിയില്ല. മനസ്സിലായി. അപ്പോഴാണ് പൊളിക്കേണ്ടി വന്നത്. അപ്പൊ ഈ കാണുന്ന മെറ്റൽ കൊണ്ടുണ്ടാക്കുന്ന യന്ത്രങ്ങൾ എന്ന് വിളിക്കാമോ ഇതിനെ? ആ, യന്ത്രങ്ങൾ എന്ന് വിളിക്കാം. ഇതൊക്കെ നമ്മൾ ഓരോ കോണുകളിലേക്കുള്ളതാണ്. അപ്പൊ അത് റൗണ്ടിലുള്ളത് വായുകോണിലേക്കുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഇനിയിപ്പോൾ ആരും ഓർഡറൊന്നും തരണ്ട, അല്ല പറയാണ്, മനസ്സിലാക്കാനാണിത്. അതായത് വായുകോണിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റൗണ്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആശ്രമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒക്കെ റൗണ്ടിലുള്ള ബിൽഡിങ്സ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, വായുവായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു എന്താ ലക്ഷ്മീകാരണമാണെന്ന് പറയും. അതായത് നമുക്ക് സമൃദ്ധി വരും. സ്ത്രീയാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാക്കണതിൻ്റെ. പക്ഷെ ഇത് നോക്കണ്ടായത് ഇപ്പൊ ഈ മന്ത്രം ഇല്ലാണ്ട് ഇതുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇതൊരു ഹിന്ദു സിസ്റ്റാണെന്ന് വീണ്ടും പറയണ്ട. എനിക്കൊരു സംശയം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ ഒരു ഓഫീസിൽ കന്യാമൂലയിൽ വന്നിരിക്കുന്ന ഒരു ബാത്റൂം. യെസ്, പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് അവിടെ വന്നിട്ട് സ്റ്റഡി ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റിസൾട്ട് വരണോ നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് അതിന്റെ പ്രോപ്പർ, പിന്നെ എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇത് സ്റ്റഡി ചെയ്തിട്ട് അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ 100% റിസൾട്ട് വരും. ഇത് ആയിരക്കണക്കിന് പരിഹാരങ്ങളിൽ ഒന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതുപോലെ പലതും ഉണ്ട്. ഈ സാധനത്തിന് പറയുക ഹെലിക്സ് എന്നാണ്. ഹെലിക്സ് അപ്പൊ എന്ന് പറഞ്ഞാല് ഇത് ട്രയാങ്കിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാല് ത്രികോണായിട്ട് വരുന്നത്. ഇത് കേരളത്തിൽ ഇതൊക്കെ ആർക്കും അങ്ങനെ കണ്ടിട്ടും പരിചയമൊന്നും ഉണ്ടായില്ല. ഇത് മണ്ണിന്റെ അടിയിൽ സ്ഥാപിക്കുന്നതുകൊണ്ട് ചുമരിന്റെ ഉള്ളിൽ സ്ഥാപിക്കുന്നതുകൊണ്ട് പുറത്ത് കാണേണ്ട ആവശ്യമില്ല. കാരണം ഈ എലമെന്റ് അവിടെ ഉണ്ടാകുക മനസ്സിലായി. അതായത് ഇത് തന്നെ അതിൽ വർക്ക് ചെയ്തോളൂ. അതായത് ഈ പരിഹാരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, പരിഹാരം കാണിച്ചിട്ട് കുറെ വൃത്തികേടാക്കി വെക്കലല്ല. അപ്പൊ ഷേപ്പ്, അതായത് ഫോം, പിന്നെ അതുമാതിരി തന്നെ അതിന്റെ നിറം, പിന്നെ അതിൻ്റെ ലോഹം, പിന്നെ അതിലുള്ള ആ പദാർത്ഥത്തിന്റെ ഗുണം, ഇതൊക്കെ സ്വാധീനിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ എല്ലാം ശാസ്ത്രീയമായിട്ട് ഉപയോഗപ്പെടുത്തി അതിനുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പരിഹാരം വരും. മനസ്സിലായി. ഗുഡ്. അപ്പൊ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ഈ സയന്റിഫിക് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പറയാണ് കന്നിമൂല എന്ന് പറഞ്ഞു. കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കന്നിമൂല വലിയ പ്രശ്നമാണ് കേട്ടോ, എന്താണ് നമ്മൾ പറയും. പക്ഷെ അതിന് പകരം അത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അവിടുത്തെ പ്രോപ്പർട്ടി എന്താ, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ എർത്താണ്, ഭൂമി തത്വമാണ് അവിടെ. ഇങ്ങനെ അതിനൊരു സയന്റിഫിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. എന്നിട്ട് ആ എലിമെന്റ് അവിടെ വരുത്താൻ എന്താ ചെയ്യുക അത് നോക്കാം. അല്ലാണ്ട് കന്നിമൂല സാറേ ആകെ പ്രശ്ന പൊളിക്കണം എന്നാ പറയണേ, അതല്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒന്ന് അത് സ്റ്റഡി ചെയ്യുക. അപ്പൊ എന്നിട്ട് എന്താണ് പറയുക, അത് വാസ്തു തഥാസ്തു, വാസ്തു തഥാസ്തു എന്ന് പറഞ്ഞാല് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയും, അല്ലെ ആമേൻ എന്ന് പറയുന്നത്. ആമേൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ എങ്ങനെ സംഭവിക്കണം എന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. അപ്പോ എനിക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ട് നമ്മളെ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഈശ്വരനോട് തഥാസ്തു ആക്കലാണ്. അത് ആമീൻ അല്ലെങ്കിൽ ആമേൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ആദ്യം അതിനും ഒരു സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ആദ്യം ആ വസ്തുവിനെ കുറിച്ച് പഠനം നടത്തണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞേക്കരുത്. വടക്ക് നോക്കിയൊക്കെ വെച്ച് വെറുതെ അത് കിഴക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത്. വടക്ക് നോക്കി വെച്ചിട്ട് തന്നെ നോക്കണം. എന്നിട്ട് അത് കിഴക്കാണെന്ന് ഉറപ്പ് വരുത്തണം.
അത് സയൻറ്റിഫിക്കലി അത് പ്രൂവ് ആവുന്നത് കിഴക്കാണെന്ന്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആ പഠനം നടത്തി പിന്നെ ഈ 18 ഋഷിമാർ കണ്ടെത്തിയ നോളേജസ് അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് വാസ്തു. വസ്തു എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്ന് പറയും, സാധനം എന്ന് പറയും, ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിനെയാണ് വസ്തു എന്ന് പറയുക. ഇപ്പം ഈ കെട്ടിടം എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റാണ്, വസ്തുവാണ്. ആദ്യം ആ വസ്തുവിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് വാസ്തു അപ്ലൈ ചെയ്യണം. വാസ്തു എന്ന് പറഞ്ഞാൽ നോളേജ് അബൌട്ട് ദി വസ്തു. ഈ വസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവാണ് യഥാർത്ഥത്തിൽ വാസ്തു. വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് വാസ്തു. വാസ്തു അപ്ലൈ ചെയ്യണം. ഏത് അറിവ്? 18 ഋഷിമാർ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള രഹസ്യങ്ങൾ. അത് മെക്കാനിസം ഓഫ് യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സിൻ്റെ മെക്കാനിസം. ഇപ്പം നമുക്കൊരു ബൈക്കാണെങ്കിൽ അതിനൊരു മെക്കാനിസം ഉണ്ടാവും അല്ലേ? അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അതുമാതിരി തന്നെ ഈ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നതിന് ഒരു മെക്കാനിസം ഉണ്ട്.